ഈ പുഴയും കടന്ന് ഇനി വരാൻ പോകുന്ന വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ നിവിൻ നമ്പർ മാറ്റി കാവേരിയെ വിളിക്കുകയാണ്. അപ്പം കാവേരിയാണെങ്കിൽ നിവിനാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ നിവിൻ ചോദിക്കുന്നതിനൊന്നും മറുപടി പറയുന്നില്ല. നിവിൻ പറയുന്നുണ്ട്, കാവേരി എന്തെങ്കിലും ഒന്ന് സംസാരിക്കുക, എത്ര നാളായി കാവേരിയുടെ സൗണ്ട് കേട്ടിട്ട് എന്നൊക്കെ പറഞ്ഞ് കാവേരി അടുത്ത് ഭയങ്കരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് രാഗിണി അങ്ങോട്ട് വരുന്നത്. നിവിൻ താമസിക്കുന്ന വീട് കണ്ടെത്തി രാഗിണി അങ്ങോട്ട് വരികയാണ്. അപ്പം രാഗിണി കാണുന്നത് കാവേരിയെ വിളിച്ച് സംസാരിക്കുന്നതാണ്. അപ്പോൾ രാഗിണി അടുത്ത് വന്നിരുന്ന് നിവിൻ്റെ അടുത്ത് നിവിൻ എന്ന് വിളിക്കുന്നുണ്ട്. ഇത് കാവേരി ഫോണിൽ കൂടെ കേൾക്കുന്നുണ്ട്. അപ്പം കാവേരി മനസ്സ് വിചാരിക്കുകയാണ്, വിവാഹം കഴിഞ്ഞല്ലോ രാഗിണിയായിട്ട്, പിന്നെന്തിനാ നിവിൻ എന്നെ ഇങ്ങനെ വിളിക്കുന്നത്? ഇപ്പോഴും പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ട് എൻ്റെ പുറകെ നടക്കുവാണോ എന്നിങ്ങനെ കാവേരി ആലോചിക്കുന്നുണ്ട്. പെട്ടെന്ന് കാവേരി ഫോണങ്ങ് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നിവിൻ നോക്കുമ്പോൾ രാഗിണിയെ കാണുമ്പോഴത്തേക്ക് നിവിൻ്റെ ആകപ്പാടങ്ങ് ദേഷ്യം വരികയാണ്. എങ്ങനെയെങ്കിലും കാവേരിയെ ഫോണിലൊന്ന് കിട്ടിയതാണ്. വീണ്ടും രാഗിണിയുടെ സൗണ്ട് കേട്ടപ്പോഴത്തേക്ക് കാവേരി കട്ട് ചെയ്തതാണെന്ന് നിവിന് മനസ്സിലാവുന്നുണ്ട്. നീ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചുകൊണ്ട് രാഗിണിയോട് ചൂടാവുകയാണ്. എത്ര കഷ്ടപ്പെട്ടിട്ടാണോ നീ താമസിക്കുന്ന സ്ഥലം ഞാൻ കണ്ടെത്തിയെന്ന് രാഗിണി പറയുന്നുണ്ട്. എന്തിനാ നീ ഇങ്ങോട്ട് വന്നേ? അന്ന് ആ വിവാഹ മണ്ഡപത്തിൽ വെച്ച് ഒരു മിനിറ്റും കൂടെ കഴിഞ്ഞായിരുന്നെങ്കിൽ നീ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയേനെ. അതാണ് ഏറ്റവും എനിക്ക് സന്തോഷകരമായ നിമിഷം എന്ന് രാഗിണി പറയുന്നുണ്ട്. നീ എൻ്റെ ഭർത്താവായേനെ എന്നൊക്കെ രാഗിണി പറയുമ്പം നിവിൻ പറയുന്നുണ്ട്, ഞാനും ആ ഒരു നിമിഷമാണ് ഏറ്റവും കൂടുതൽ സന്തോഷിച്ച നിമിഷം. നിന്നെ താലി കെട്ടാതെ ഞാൻ രക്ഷപ്പെട്ടല്ലോ, അതാണ് ഏറ്റവും സന്തോഷകരമായ നിമിഷം എന്ന് നിവിൻ തിരിച്ച് രാഗിണിയുടെ അടുത്ത് പറയുന്നുണ്ട്. എന്നിട്ട് നിവിൻ വീണ്ടും കാവേരിയെ കിടന്ന് ഫോൺ ചെയ്യാണ്. കാവേരി ഫോൺ എടുക്കുന്നില്ല. രാഗിണിയാണെങ്കിൽ നിവിൻ എന്ന് പറഞ്ഞ് പുറകെ അടക്കുകയാണ്. അവസാനം വേറൊരു മുറിയിൽ ചെന്നും വീണ്ടും കാവേരിയെ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ ഫോൺ എടുത്ത് ദേഷ്യം ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ രാഗിണി വീണ്ടും അങ്ങോട്ട് വരുന്നുണ്ട്. രാഗിണിയെ കാണുമ്പോൾ തന്നെ ദേഷ്യം വന്ന് ഡോറ് പിടിച്ചടക്കുകയാണ്. രാഗിണിക്ക് നല്ല വിഷമാവുന്നുണ്ട്. എന്നിട്ട് കൂട്ടുകാരൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ അവനെ അങ്ങനെ വെറുതെ വിടത്തില്ല, രാഗിണി പുറകെ തന്നെ ഉണ്ടെന്ന് നിവിനോട് പറഞ്ഞുതരെന്നും പറഞ്ഞ് രാഗിണി അങ്ങ് പോവുകയാണ്. ഈ സമയത്ത് നിവിൻ വിളിച്ചതിൻ്റെ കാര്യം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കാവേരിക്ക് നല്ല സങ്കടമുണ്ട്. കാവേരിക്ക് അങ്ങനെയൊക്കെ പറയുന്നെങ്കിലും നിവിനെ ഇഷ്ടമായിരുന്നു. പക്ഷേ നിവിൻ്റെ വിവാഹം കഴിഞ്ഞ് വീണ്ടും തന്നെ വിളിക്കുന്നത് എന്തിനാണെന്നൊക്കെ ആലോചിച്ചിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. നിവിൻ ഇപ്പോഴും എന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ? രാഗിണിയായിട്ടുള്ള വിവാഹം കഴിഞ്ഞല്ലോ, പിന്നെ എന്തിനാ പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നതെന്ന് പറഞ്ഞ് സങ്കടത്തോടെ കാവേരി ഇങ്ങനെ നിവിൻ്റെ കാര്യം ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് കണ്ണുനീരൊക്കെ വരുമ്പോൾ കണ്ണുനീരൊക്കെ തുടയ്ക്കുന്നുണ്ട്. ഞാൻ എന്തിനാ ഇനി നിവിൻ്റെ കാര്യം ആലോചിക്കുന്നത്? അവനിപ്പം മറ്റൊരു പെണ്ണിൻ്റെ ഭർത്താവാണ്, അതുകൊണ്ട് ഞാൻ നിവിൻ്റെ കാര്യം ആലോചിക്കേണ്ടതില്ല എന്നൊക്കെ കാവേരി സ്വയം സമാധാനിക്കുന്നുണ്ട്. ഈ സമയത്ത് നിവിൻ ആകപ്പാടെ സങ്കടത്തിൽ ഇങ്ങനെ വിഷമത്തോടെ ഇരിക്കുകയാണ്. അപ്പോൾ കൂട്ടുകാരൻ അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്താ കാവേരിയെ വിളിച്ചിട്ട് കിട്ടിയില്ലെന്ന് ചോദിക്കുകയാണ്. ഞാൻ അവളെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നതാണ്, അപ്പോഴാണ് രാഗിണി വന്ന് നിവിനെ വിളിച്ചത്. അപ്പം അവൾ വിചാരിച്ചു കാണും ഞാൻ രാഗിണിയെ വിവാഹം കഴിച്ചതിന് ശേഷമാണ് അവളെ വീണ്ടും വിളിക്കുന്നതെന്ന് അവൾക്ക് തോന്നിക്കാണും. രാഗിണിയുടെ സൗണ്ട് കേട്ടപ്പം അവൾ അത് ഉറപ്പിച്ച് കാണുമെന്ന് നിവിൻ വിഷമത്തോടെ പറയുകയാണ്. ഞാനും രാഗിണിയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞില്ലെന്ന് അവൾക്കറിയത്തില്ലല്ലോ, ഇപ്പോൾ ഞാൻ രാഗിണിയുടെ ഭർത്താവാണെന്ന് വിചാരിച്ചിരിക്കുക. അത് കാവേരി ഒന്നും കൂടെ ഉറപ്പിച്ചെന്ന് നിവിൻ പറയുകയാണ്. എന്തൊരു കഷ്ടമാണടാ എൻ്റെ കാര്യം, വീണ്ടും എങ്ങനെയെങ്കിലും അവളെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയത് ആ രാഗിണി വന്ന് എല്ലാം നശിപ്പിച്ചെന്ന് നിവിൻ ഭയങ്കര സങ്കടത്തോടെ കൂട്ടുകാരൻ്റെ അടുത്ത് പറയുകയാണ്. നീ വിഷമിക്കേണ്ട, സത്യം എങ്ങനെയെങ്കിലും കാവേരി അറിയിക്കണം എന്ന് കൂട്ടുകാരനും പറഞ്ഞു കൊടുക്കുകയാണ്. എന്തായാലും അതിനുശേഷം പിറ്റേന്ന് തന്നെ നിളയുടെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയാണ്. അങ്ങനെ നിളയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരികയാണ്. കാവേരിയും യമുനയും ഗംഗയും ശാരദയും എല്ലാവരുമായിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ്. ഈ സമയത്ത് വിനീതാണെങ്കിൽ അക്കൗണ്ടിൽ നിന്ന് കാശ് എടുക്കാൻ വേണ്ടി ATMിലേക്ക് പോയിരിക്കുകയാണ്. പക്ഷേ വിനീത് വിചാരിച്ചതുപോലെ കാശ് കിട്ടുന്നില്ല. പക്ഷേ നിളയുടെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങണമെങ്കിൽ കാശ് വേണം. അപ്പം അതൊക്കെ ഓർത്ത് വിനീത് ഇങ്ങനെ സങ്കടത്തോടെ ATMിൻ്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. കാരണം കാശ് കിട്ടിയില്ല. കാശില്ലാതെ അങ്ങോട്ട് ചെല്ലാനും പറ്റത്തില്ല. അവരോട് ഇനി എന്ത് പറയും? അതുമാത്രവുമല്ല, കാശുണ്ടെങ്കിൽ മാത്രമേ നിളയുടെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങത്തുള്ളൂ. അങ്ങനെ ആകപ്പാടെ സങ്കടത്തോടെ വിനീത് ATMിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ വിനീതിനെയും കാത്ത് ഹോസ്പിറ്റലിലുള്ളവരെല്ലാം അവിടെ വിനീതിനെയും കാത്തിരിക്കുകയാണ്. അങ്ങനെ നിളയുടെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുകയാണ്.